ഹലോ ഗൈസ്, ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ഒരുപാട് പേര് ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്ത് പല രീതിയിലുള്ള റിയാക്ഷൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായമാണ്. ആൻഡ് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അവരങ്ങ് സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ ഗ്ലാമി ഗംഗ വിഷയമാണ് എടുക്കുന്നത്. ഇതിനകത്ത് ഞാൻ വീഡിയോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആസ് യു നോ, ഒരുപാട് പേര് വീഡിയോസൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് ചളകുളമാക്കി വെച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഞാനിത് അഭിപ്രായം പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗ്ലാമിയെ കാണാൻ തുടങ്ങുന്നത് 3 പേർക്കൊപ്പമാണ്. അതായത് അസ്ലാം മാളി, ജാസ്മിൻ ജാഫർ, ഗ്ലാമി, ഇവർ 3 പേരുമാണ്. പലയിടങ്ങളിലും പല ഡേഞ്ചറസ് ആക്ടിവിറ്റീസുകളിൽ ഉണ്ടായപ്പോഴും ഒക്കെ സ്കിപ്പടിച്ച് രക്ഷപ്പെട്ടു നിന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഗ്ലാമി. അസ്ലാം മാളിയും ജാസ്മിൻ ജാഫറും പിടിപെടുമ്പോൾ ഇവള് എസ്കേപ്പായി പോകുന്നൊരു വേർഷൻ ഉണ്ടായിരുന്നു. അതായത് ഇവള് പ്രൊമോട്ട് ചെയ്യുന്ന ക്രീംസ്, അതുപോലുള്ള സാധനങ്ങൾ, സൗന്ദര്യവർദ്ധക സാധനങ്ങളാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് പ്രൊമോഷൻ ആരാണ് ഏറ്റവും കൂടുതൽ എടുക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം ഒരു ഏജ് കഴിഞ്ഞവരോ മധ്യവയസ്കരോ അല്ലെങ്കിൽ കുറച്ച് ഏജ് കഴിഞ്ഞവരോ ഒന്നും ഇത്തരത്തിലുള്ള സാധനങ്ങൾ എടുക്കത്തില്ല. തീരെ ടീനേജ് ആയിട്ടുള്ള കുട്ടികളാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അവർക്കിത് ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ തോന്നുന്നത്. ആക്ച്വലി അവരുടെ ഏറ്റവും നല്ല ഏജാണത്. അതിനകത്തിട്ട് ഡെവലപ്മെൻറ്റേഷൻ നടത്തി ഈ മധ്യവയസ്കിലേക്ക് ഓടി കയറുന്ന ഒരു രീതിയുണ്ട്. അത് ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷെ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കത്തില്ല. ആ സമയത്ത് എനിക്ക് ഇത് കൂടെ വെളുക്കണം, എൻ്റെ മൂക്കിന് ഇതെന്താണ് കുഴപ്പം, അല്ല മൂക്കിൻ്റെ അറ്റത്തൊരു ഉണ്ടയില്ലേ, ഇതൊക്കെയാണ് ടെൻഷൻ വരുന്നത്. ഇതൊക്കെ ഓപ്പറേഷൻ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ചിന്തയുള്ള കുട്ടികളാണ് കൂടുതൽ ഈ കൂട്ടരെ വിശ്വസിക്കുന്നത്, പോയി കമ്പന്നടിച്ച് വീഴുന്നത്. ഫിൽറ്ററാണ് കൂടുതലെന്നുള്ള ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് കൂടുതൽ ഇവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ. അപ്പം ഈ ജാസ്മിൻ ജാഫർ ഏറിപ്പോയെന്നൊരു സമയമുണ്ടായിരുന്നു. ക്രീമിൻ്റെ ബേസിൽ കിഡ്നി പ്രോബ്ലമുള്ള 8 പേര് ഹോസ്പിറ്റലൈസ് ആവുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അവളുടെ നാക്കൊന്നുകൊണ്ടും അവളുടെ ഏജ് ഒന്നുകൊണ്ടുമാണ് അവളുടെ പലരും അങ്ങ് വിട്ടുവെച്ചത്. സത്യത്തിൽ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് കേസ് കൊടുക്കേണ്ട ഒരു കേസാണ്. എനിക്കൊന്ന് കുറേ പേരൊക്കെ അതിനെതിരെ പോയിരുന്നു. പിന്നെ അതെന്തായെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും യൂട്യൂബേഴ്സിനെയൊക്കെ ജാസ്മിൻ വിരട്ടി നിർത്തുകയും ചെയ്തു. ഇതിനകത്തേക്ക് തള്ളി കയറിയതിന് എനിക്കിട്ട് പണിയും തന്നോളൂ. പണി തന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പണി തന്നപ്പോൾ നമ്മൾ 15 പണി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അണ്ണക്ക് പിരിവെട്ടി മൂല കയറിയിരിക്കുന്നില്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ പരിപാടി. അസ്ലാം മാളി ഒരു പരിധി വരെ ഈ ഒരു വിഷയത്തിൽ അധികം ഒന്നും വന്ന് ചാടാതെ, അതായത് സേഫ് സോണിൽ നിൽക്കുക. ഫാമിലി കുറച്ചുകൂടെ സപ്പോർട്ടീവായിരുന്നു. ഫാമിലി കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആണ്, മാത്രമല്ല വിജിലൻ്റ് ആണ്. അവർ കുറച്ചുകൂടെ ഒന്ന് അവളെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചു എന്നുള്ളതാണ്. അതായത് അസ്ലാം മാളി എന്ന് പറയുന്ന സ്ത്രീക്ക് ഉള്ള ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അത് അവളുടെ മാത്രം ഇഷ്യൂസാണ്. ഫാമിലിക്കൊന്നും അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ മൂലം രക്ഷപ്പെടേണ്ട ഒരാളും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അവർ കൊടുക്കാത്തത് കൊണ്ടും അസ്ലാം മാളി സേവായെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യമേ. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇത്രയും ഗ്രീഡിയായ മറ്റൊരു വിമൺ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഗ്ലാമി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന കാര്യം വന്നപ്പം ജാസ്മിൻ ജാഫറിനെ കൈയൊഴിഞ്ഞുകൊണ്ടൊരു വീഡിയോ കിട്ടു. കാരണം അവിടെ ക്ലവറായിട്ട് കളിച്ചാലേ നടക്കുള്ളെന്ന് അസ്ലാം മാളിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ നല്ല മന്ദബുദ്ധിയും സെൽഫ് കോൺഫിഡൻസ് ഓവറായ ഒരു മന്ദബുദ്ധി ആയതുകൊണ്ട് പോയി ചാടി കൊടുത്തു. ഗ്ലാമി ജാസ്മിൻ സംഭവിച്ചത് കണ്ട ഉടനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. ആക്ച്വലി ഗ്ലാമിയുടെ യഥാർത്ഥ സ്വഭാവം കാണണമെങ്കിൽ അവൾ ഒരിക്കൽ ബിഗ് ബോസിൽ പോകണം. ഈ കാണുന്നതേ അല്ല അവളുടെ ലൈഫ്, ഈ കാണുന്നതേ അല്ല അവൾ. അത് എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഞാൻ അയലത്തുകാരിയാണോന്ന് ചോദിച്ചാൽ അല്ല. നമുക്കൊരാളുടെ വീഡിയോ കാണുമ്പോൾ അവരുടെ ഫേസ് സൈക്കോളജിയിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാകും. ഗ്ലാമി എൻ്റർലി ഡിഫറൻ്റ് ആണ്, അത് മനസ്സിലാവുന്ന ഒരു കാര്യം. മിക്കവാറും അവളുടെ ലോഗൊക്കെ ഇപ്പം റീസെൻ്റ്ലി ഉള്ള ഒരുപാടൊന്നും പോകണ്ട. ഇയാളെ വെച്ചുകൊണ്ട് ഒരു മാസം മുമ്പ് എന്തോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വിവാഹം കഴിച്ച ആളിനെ വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന 58 മിനിറ്റിൽ വരുന്ന മുഴുക്ക നുണകളാണ് ആ കൊച്ചതിനകത്ത് പറയുന്നത് മുഴുക്കെ. അത് മനസ്സിലാക്കാൻ ഒരു 2-3 വീഡിയോസ് അവളുടെ അടുത്ത് വെച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഇതിനെ നോക്കി, ഞാൻ ഇന്നത്തെ അടുത്ത് വെച്ച് പ്ലേ ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതിയാകും. പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ പോർഷൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ ഒരു പോർഷൻ മാത്രം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഇവൾ പറയുന്ന ഒരു പോർഷൻ. നമ്മൾ പറയുന്നതോ സംസാരിക്കുന്ന അവർക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ആയാലും ആ പുള്ളിക്കാരനായാലും അവർക്കായാലും ആ ഫാമിലിക്കായാലും ഒരു ബുദ്ധിമുട്ടാവരുത്. കാരണം അവർക്ക് സോഷ്യൽ മീഡിയയുടെ ടോക്സിസിറ്റിയോ സൈബർ ബുള്ളിങ്ങോ അവർക്ക് അറിയില്ല. അവര് ജീവിച്ചോട്ടെ, അവരവരുടെ ഒരു ജീവിതം അവർ ജീവിച്ചോട്ടെ. കാരണം അവരുടെ ജീവിതം അവർ ജീവിക്കണം, നമ്മളെ ജീവിതം നമ്മൾ ജീവിക്കണം. മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പാടില്ല. ഇനി അപ്പൂന് പറയണം, അപ്പൂൻ്റെ അകത്ത് പറയും. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയണം, നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് അവരുടെ സമ്മതം ചോദിക്കുക അല്ലെങ്കിൽ കോൺസെന്റ് ചോദിക്കുക എന്ന് പറയുന്നത് എന്തുവാണ്, ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് ആണ്. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം പറയും എന്താ
അതിനപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, അതുപോലെ തന്നെ നമുക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ പിരിഞ്ഞിട്ടുമുണ്ട്. കാരണം ആ പുള്ളിക്കാരി ഇപ്പോൾ വേറൊരു കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നുമുണ്ട്. നമ്മുടെ മോളുടെ കാര്യത്തിൽ നമ്മൾ നല്ലപോലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മോളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, അത് അവർ രണ്ടുപേരുടെ എടുത്ത തീരുമാനമാണ്. അത് സോഷ്യൽ മീഡിയയിൽ അവൻ്റെ കാര്യം അവൻ പറയട്ടെ, നീ അതിനുള്ള അവസരമെങ്കിലും കൊടുക്കണ്ടേ. ഞാൻ ഇത് മുഴുക്കെ ഇരുന്ന് കണ്ടതിൽ എനിക്ക് മനസ്സിലായത് നല്ല രീതിയിൽ, അത് നല്ല ഏണിങ്സ് ഒക്കെ ഉള്ള ഒരു സ്ത്രീക്ക് സാധാരണ വരേണ്ട ഒരു അഹങ്കാരം ഉണ്ടാവില്ല, ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് എന്നാണ് ഞാൻ ആദ്യം ധരിച്ചത്. പക്ഷെ അതല്ല, അതിനേക്കാൾ ഉപരി ഒരു പടി കൂടുതൽ അഹങ്കാരമുള്ളൊരു കുട്ടിയായിട്ടാണ് എനിക്ക് ഗ്ലാമിയെ മനസ്സിലായി. ഇതിനകത്ത് നിന്നൊക്കെ കണ്ടതുകൊണ്ട് മനസ്സിലായതാണ്. ആരെന്ത് ഒബ്ജക്ഷൻ പറഞ്ഞാലും എനിക്ക് മനസ്സിലായ കാര്യം പറയണം, ഗ്രാമി ഇപ്പോൾ കാണിക്കുന്നത് മുഴുക്ക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സെഗ്മെന്റ്, ഇപ്പോൾ വിവാഹം, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു വീട് കാണൽ ചടങ്ങ്, അങ്ങനെയുള്ള കുറേ പോർഷൻസ്, ഇതിനെയൊക്കെ ആളുകൾ എടുത്ത് വെച്ച് അലക്കുമ്പോൾ മൗനമായിരിക്കുക എന്നുള്ളതാണ് ദ ബെസ്റ്റ് തിങ്. കാരണം അവർ കാണുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ അവർ പറയുകയുണ്ടാവുക. അത് വെച്ച് അനലൈസ് ചെയ്തിട്ട് ഞാൻ പറയുന്നതാണ്, ഗ്ലാമി നല്ല അഹങ്കാരത്തിലാണുള്ളത്. ആ അഹങ്കാരം ദോഷം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ വ്യൂ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യൂ പോയിട്ടുണ്ട്, അത്യാവശ്യം നല്ല റവന്യൂ, ഒരു എബൌട്ട് 10 മുകളിൽ ഈ മാസം അവർക്ക് റവന്യൂ തന്നെ ജനറേറ്റ് ആയിട്ടുണ്ടാകും. അതൊക്കെ ശരി തന്നെ, നല്ല റവന്യൂ ഒക്കെ വരട്ടെ, നന്നായി വരട്ടെ, മുന്നേറട്ടെ, ഒന്നും തർക്കമില്ല. പക്ഷെ അഹങ്കാര വർത്തമാനം കൊണ്ട് കാഴ്ചക്കാരെയും പൊതുസമൂഹത്തിനെയും കളിയാക്കുന്ന പരിപാടി അങ്ങ് നിർത്തിവെക്കാം. പിന്നെ നിന്റെ ലൈഫിലേക്ക് ആരും കയറാൻ പാടില്ല, നിന്റെ ലൈഫിനെ പറ്റി ആരും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നീ വീട്ടിലിരിക്കണം. എങ്ങനെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എടുത്ത് പബ്ലിക്കിലിട്ടാൽ ആളുകൾ എടുത്ത് വെച്ച് പറയും. ഞങ്ങളാണ് കാണുന്നത്, ഈ കാണുന്ന മനുഷ്യർക്ക് ഈ പറയുന്ന രീതിയിൽ ഡാറ്റ റീചാർജ് ചെയ്യാനുള്ള ഇതുണ്ട്, അതിനകത്ത് പൈസ ചിലവാകുന്നുണ്ട്, ഞങ്ങളെ സമയം മെനക്കെടുന്നുണ്ട്. നമ്മളിത് കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കണക്ക് പറയും, അത് സംസാരിക്കും. അത് കേൾക്കാനുള്ള മാനസികാവസ്ഥ ഉള്ളവർ മാത്രം സോഷ്യൽ മീഡിയയിലേക്ക് തള്ളിക്കൊണ്ടുവന്നാൽ മതി. പലരും വന്നു, ഞാനൊരു ചാനൽ തുടങ്ങട്ടെ ചേച്ചി, തുടങ്ങിക്കോ, ഇതുപോലുള്ളത് വരും. പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ്സും കൂടെ ഉള്ള ഒരു സെക്ഷനാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ. അതിലേക്ക് വരുന്നവർക്ക് അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി ഇതിനകത്ത് വന്ന കുറേ കമൻസ് നമുക്കൊന്ന് ബേസ് ചെയ്തിട്ട് അതിനെയും കൂടെ ഒന്ന് പറയാം. ഇപ്പോൾ ഇവളുടെ വിവാഹം കഴിഞ്ഞ് ഇവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പട്ടിച്ചാത്തൻ ഇവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ കിടന്ന് തള്ളി പിടിക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. അതായത് ഒരാൾ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു ചടങ്ങുണ്ട്, കുറച്ച് പൈസ കയ്യിൽ വെച്ച് ആ പൈസ അവരുടെ കയ്യിലേക്ക് കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് അനുഗ്രഹം എന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. അതിൽ നിന്ന് വ്യക്തം എന്താണെന്നറിയാമോ, പണം കൊടുത്തു വിലക്ക് എടുത്തു എന്നുള്ള ഒരു ഇത് എനിക്ക് അതിൽ നിന്ന് പിടികിട്ടിയ കാര്യമാണ്. ആ തള്ള പൈസയും വാങ്ങിച്ചിട്ട് അനുഗ്രഹമല്ല ഉണ്ടാരുമെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ ആരും ഇവിടെ മൈൻഡ് ചെയ്തത് പോലും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അവൻ്റെ ഇത് 2ാമത്തെ വിവാഹമാണ്. ആദ്യത്തെ വിവാഹം കഴിഞ്ഞിട്ട് അത് ദിവസമായിട്ടില്ല. ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആവുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ അഫെയർ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ബേസിലാണ് അവർ സെപ്പറേറ്റഡ് ആയെന്നാണ് അവളുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. പേഴ്സണലി എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, പക്ഷേ ഞാൻ കണ്ട കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ആകെ മൊത്തം അപ്പുറത്ത് നിൽക്കുന്ന ആൾ സോഷ്യൽ മീഡിയയിലില്ല, അവരിതുമായിട്ട് മുൻപോട്ട് വരത്തില്ല. ഇവൻ്റെ ടൈം ലൈനിൽ ഉണ്ടായിരുന്ന ഇവൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ വരെ എടുത്ത് കളഞ്ഞു. കാരണം ജനങ്ങൾ അത്രയും ഭീകരവാദികളാണ്. ആ കൊച്ചിൻ്റെ ഫോട്ടോ വരെ എടുത്തു വെച്ച് അപരാധം പറയുമെന്നാണ് പറയുന്നത്. ഇവിടെ 18 വയസ്സിന് അണ്ടറിലുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്തു വെച്ച് അപരാധം പറയാൻ ആംബിയറുള്ള ഒരാളും ഇല്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാനാണ് ബാലാവകാശ കമ്മീഷൻ അവിടെ ഇരിക്കുന്നത്. അതിന് ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി വേറെയുണ്ട്, ചൈൽഡ് ലൈനുണ്ട്. അവരൊന്നും വിടത്തില്ല. കുട്ടിയുടെ ഫോട്ടോ എന്തിന് ചുമ്മാ പോലും എടുത്തു വെച്ച് കാണിക്കാൻ ഒക്കത്തില്ല. ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാണുന്നില്ലേ, തംബ്നെയിലിൽ പോലും കുട്ടികളുടെ ഫോട്ടോ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും, ബ്ലർ ചെയ്യേണ്ടി വരും. നിബന്ധനയാണ്, നിർബന്ധമാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും എടുത്ത് നമ്മുടെ ടൈം ലൈനിലോ നമ്മുടെ വീഡിയോസിൽ ഇട്ടാൽ പോലും പ്രശ്നം. ഇന്നലെ ഞാനിട്ട വീഡിയോ എന്തെന്ന് എല്ലാവരും ചോദിക്കുന്നവരടുത്ത്, ആ കുട്ടി ചെറുതാണെന്നുള്ള ഒരു ഇതാണ് പിന്നെ യൂട്യൂബ് പറയുന്നത്. അത് വളരെ ചെറിയ കുട്ടിയാണെന്ന് അവർക്ക് തുറന്ന് കാണിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ യൂട്യൂബിലിട്ട് അത് റെസ്ട്രിക്റ്റഡ് ആണ്, ചൈൽഡ് റെസ്ട്രിക്ഷനാണ് വന്നിരിക്കുന്നത്. അവരിനി റിപ്പോർട്ട് അടിച്ച് വന്നാണോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ വെറുതെ നമ്പറാണ്. അവൻ്റെ ഫാമിലിയുമായിട്ടുള്ള അവൻ്റെ കംപ്ലീറ്റ് ഇത് അവളങ്ങ് ടച്ച് വിട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് അവിടെ ഉണ്ടാവും. പിന്നെ ഇവള് വീട്ടിലേക്ക് വരുന്ന ഒരു പുതിയ വിഷയമായിട്ടൊന്നും അവർക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് അത് വിരിക്കുകയും പരിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. അതിനടുത്ത് പുള്ളിക്കാരത്തി ഒന്ന് പറഞ്ഞത്, അത് ഞാൻ വന്നപ്പോൾ അത് വിരിക്കാത്തേ നോക്കാത്തേ അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്യല്ലേ, അയാൾക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു എന്ന്. എന്തിനാ ഒരു നുണ പറഞ്ഞ് രക്ഷപ്പെട്ട് പോവാൻ വേണ്ടിയിട്ട് പല നുണകൾ പറയേണ്ടി വരും. ബെറ്റർ എന്താണ് ഉള്ള കാര്യം അങ്ങ് പറയുക. അവരത്രയും കെയർ ചെയ്തില്ല, അവരത്രയും മൈൻഡ് ചെയ്തില്ല, ദേ വേർ ബിസി, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്കായിരിക്കും അങ്ങനെ കൊണ്ടുപോവുക, അങ്ങനെ ആയിരിക്കാം. ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നേറി വന്ന പെൺകുട്ടി തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ നുണകൾ പറയാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം വിശ്വസിച്ച് അതിൽ കൂടെ നേടിയ സ്ട്രെങ്ത്തിൽ നിൽക്കുമ്പോൾ അവരെയെങ്കിലും മണ്ടരാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദേഷ്യത്തിൽ ഞാൻ പറയുന്നത്. കമൻസിൽ വയ്ക്കാം. വീട് എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല, ബട്ട് ഇത് റൂം കുറച്ച് വൃത്തിയാക്കാം. ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ദിവസമല്ലേ, ഇങ്ങനെ കിടക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. സോ പറയാതെ ഇരിക്കാൻ പറ്റുന്നില്ല.
അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കുന്നതല്ലേ, ബെഡ്ഷീറ്റ് എങ്കിലും ഒന്ന് വിരിച്ചിട്ടൂടെ, എന്നിട്ട് പാൽ എങ്ങനെയോ കുടിക്കേണ്ടേ എന്ന് രണ്ടാമത്തെ അല്ലേ, എന്നിട്ടും കൂട്ടുകാരനെ ഇതൊന്നും അറിയില്ല എന്ന്. കൊള്ളാം എന്തായാലും. അതായത് ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ വന്ന കമൻസ് ആണ് ഇവരുടെ പിന്നെ പറഞ്ഞ ആ പ്രസ്തുത വീഡിയോ, 3 ദിവസം മുമ്പ് കണ്ടിട്ട വീഡിയോ ആണ് കേട്ടോ. ഇത് 6 days ബിഫോറുള്ള കമൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കല്യാണ ലുക്കിനേക്കാളും റിസപ്ഷൻ ലുക്കിനേക്കാളും ഭംഗിയായി. അത് സത്യമാണ്. കാണാൻ ഭയങ്കര ചേലാണ് കുട്ടിയെ കാണാൻ ഭയങ്കര ചേലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചേലാണ്, അത് തർക്കമൊന്നുമില്ല. വേറെ ഒന്നും വേണ്ട, മിനിമം ആ ബെഡ്ഷീറ്റ് കർട്ടനും ഇടാനുള്ള ഒരു എഫർട്ട് അപ്പൂനും ചെയ്യായിരുന്നു. ഇത്ര നല്ല ഒരു പെങ്കൊച്ചിനെ കിട്ടിയിട്ട് ഷീ ഡിസേർവ്സ് സോ മച്ച് ബഡി. വേറെ ആരെങ്കിലും ആയിരുന്നേൽ മിനിമം ഇതെങ്കിലും ചെയ്യും. ഷീ സഫേർഡ് എ ലോട്ട് ഇൻ ഹെർ പാസ്റ്റ്. റിമെമ്പർ, ഡോണ്ട് മേക്ക് ഹെർ suffer anymore. She could have choose someone better, but she choose you. So make effort, take care of our girl. അതായത് ഇത് എഴുതിയിരിക്കുന്ന പെങ്കൊച്ച് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ആദ്യം തോന്നിയത്. ഇവരുടെ വിവാഹം നടന്നു എന്ന് കേട്ടപ്പം എനിക്ക് തോന്നി അതേ സാധനമാണ് ഈ കുട്ടി ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നേറി വന്ന ഒരു പെൺകുട്ടി, അമ്മയും മകളുമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പുറത്തേക്ക് പറഞ്ഞ പെൺകുട്ടി, അവൾക്ക് ചൂസ് ചെയ്യാൻ ഈ മണ്ടനെ ഉണ്ടായിരുന്നോളൂ എന്നുള്ള ഒരു തോന്നലായിരുന്നു എനിക്ക്. മണ്ടനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി മണ്ടത്തരത്തിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിം. അതിൻ്റെ ഒരു റീസൺ, ഹി ഓൾറെഡി മാരീഡ് ടു സമ്മൺ, അതിലൊരു കുഞ്ഞുണ്ട്, ആ ലൈഫിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുമായിട്ട് ബന്ധം എന്ന് അവൾ തന്നെ പറയുന്നതാണേ. അതാണ് ഞാൻ പറഞ്ഞ 58 മിനിറ്റ് വീഡിയോ ഇവർ തമ്മിലിരുന്നുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്നില്ല, അതിനകത്ത് ഗ്ലാമി പറയുന്ന മുഴുക്ക നുണയാണെന്ന്. ഗ്ലാമിയുടെ ഫേസ് സൈക്കോളജിയും ആ അനാവശ്യം സ്ഥലത്തൊക്കെയുള്ള ആ ചിരിയും, അവൻ പറഞ്ഞാൽ അതിൻ്റെ സത്യം പുറത്തേക്കാകുമോ എന്നുള്ള വെപ്രാളത്തിൽ അവനെ കയറി പിടിച്ചുകൊണ്ടുള്ള പെട്ടെന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷനിലും ഒക്കെ വ്യക്തമാകുന്നത് ഗ്ലാമി പറഞ്ഞു കൊടുത്ത സാധനം പാടാൻ വേണ്ടി അവനെ കൊണ്ടുവരുത്തിയിരിക്കുന്നതാണ്. അല്ലാതെ അതല്ല സത്യം എന്നുള്ളത് മനസ്സിലാവും. അല്ല എന്ന് ഗ്ലാമി പറഞ്ഞാൽ ഞാൻ അന്വേഷണത്തിന് ഇറങ്ങും. വെറുതെ എന്നെ മെനക്കെടുത്തിട്ട് നമ്മളിതൊരു വീഡിയോ ചെയ്താൽ കളഞ്ഞിട്ട് പോവുകയാണേ. ഓക്കെ, ഇനി അടുത്ത കമൻറ്റ് വായിക്കാം. ഗംഗ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയ കുട്ടിയാണ്, പക്ഷെ അവൾക്ക് അർഹതപ്പെട്ട ഒരു സ്വീകരണവുമല്ല കിട്ടിയെന്ന് തോന്നി. കറക്റ്റാണ്, കിട്ടില്ലല്ലോ. അർഹതയില്ലാത്തൊരിടത്തേക്ക് വലിഞ്ഞു കയറി ചെന്നാൽ അർഹതപ്പെട്ട സ്വീകരണം കിട്ടത്തില്ല. ആ കുട്ടിയുടെ ലൈഫിൽ അത് അത്യാവശ്യം വലിയ പണക്കാരനെയൊന്നും നോക്കണ്ട. ഈ വീടിനൊന്നും ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയത്തില്ല. അവൻ പണം ഇല്ലാത്തവരൊന്നും അങ്ങനെയല്ല. അവൾ അത്ര അനുഭവിച്ചതിൻ്റെ ആ രീതിയിലുള്ളൊരു പയ്യനായിരുന്നെങ്കിൽ സ്വർഗം പോലെ ആയിരുന്നേനെ. അത് കാണാൻ നമുക്കും ഒരു സമാധാനം ഉണ്ടാവും. ഒരു വിഷമത്തിലാണ് പലരും കമൻ്റ് ഇടുന്നത്. നമ്മുടെ വീട്ടിലൊരു കുട്ടി എന്ന കൺസിഡറേഷനിലാണ് പലരും കമൻ്റ് ഇടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അവൾക്ക് അർഹതപ്പെട്ട ഒരു സ്വീകരണമല്ല കിട്ടിയത്. റൂം വൃത്തിയാക്കി ഇട്ടില്ലച്ചെന്ന് വെച്ച് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ നമ്മൾ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അതൊരു മാനേഴ്സാണ്, എങ്ങനെ വെൽക്കം ചെയ്യുമെന്ന്. കറക്റ്റ്, നെഗറ്റീവ് പറയുന്നതല്ല. കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ, റൂം വൃത്തിയാക്കി ഇടണമായിരുന്നു. ഈ റൂം തുറക്കുന്നതിന് മുമ്പ് ഗ്ലാമി എക്സ്പെക്ട് ചെയ്തത് റൂം നല്ല വൃത്തിയാക്കി എല്ലാമൊക്കെ പറക്കിയിട്ട് ക്ലീൻ ആക്കി വെക്കൂന്നാണ്. അത്ര പോലും അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളതായിട്ട് തോന്നിയില്ല. ഈ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ള ഒരു ഫോമാണ് എനിക്ക് ഗ്ലാമി അവിടെ കാണിച്ചതായിട്ട് എനിക്ക് മനസ്സിലായതേ. കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി ആരും സ്നേഹം നോക്കിയല്ല വിവാഹം കഴിക്കുന്നത്. വീട് എങ്ങനെയോ പൈസ ഉണ്ടോ അതൊക്കെ നോക്കി നിൽക്കുന്നവരും ഈ കാലത്തുണ്ടല്ലോ. അപ്പുവിൻ്റെ വീടിന് എന്താ കുഴപ്പം? ഇതിലും ചെറിയ വീട്ടിൽ പോകുന്നവരുമുണ്ട്. ഗംഗയ്ക്ക് സ്വന്തമായി അവൾ കെട്ടിയ വീടുമുണ്ട്. പിന്നെ എന്ത് വേണം? ഈ കമൻ്റ് ഇടുന്നവർക്ക് എന്തുണ്ട്? വീടിനെ പറ്റി പറഞ്ഞവരോടാണ്. എല്ലാവരും ഇതുപോലെയല്ല, അവസ്ഥ നോക്കി സ്നേഹിക്കുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ ബെഡ്റൂം മേ ബി അവർ മുമ്പേ തീരുമാനിച്ചതാകാം ഗംഗാൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന്. ഐ എം ടോക്കിംഗ് അബൌട്ട് ലവ് മാരേജ്, നോട്ട് അറേഞ്ച് മാരേജ്. ലവ് മാരേജിൻ്റെ കേസാണ് പറയുന്നത്. അറേഞ്ച്ഡ് മാരേജിൽ ഇതൊക്കെ നോക്കൂ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതൽ അഭിപ്രായമൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അയാളുടെ വീട്ടിൽ നിൽക്കുകയോ അവളുടെ വീട്ടിൽ നിൽക്കുകയോ എന്നുള്ളതല്ല, ഇത് വിഷ്വലൈസ് ചെയ്യുകയാണ്. അവൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യണം? ഇനിഷ്യേറ്റീവ് എടുക്കണമായിരുന്നു. ആളുകൾ ഇതിങ്ങനെ അവനെ പറയാൻ ചാൻസ് ഉണ്ട്, അത് നമ്മൾ ഇടപെടുത്തരുതെന്ന് അവളും കൂടി ചിന്തിക്കണമായിരുന്നു. നമ്മൾ സ്വന്തം ബ്യൂട്ടി ബാക്കിയുള്ളതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം വന്നാൽ ഈ ഒരു നെഗറ്റീവ് സംഗതി പ്രോബ്ലത്തിലേക്ക് വരുമെന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവണമായിരുന്നു. അത് ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്ന ആളുകളത് സംസാരിച്ചിട്ടുള്ളത്. ഇനി ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കമൻ്റ് ആണേ. പേളി മാണി കല്യാണം കഴിച്ച് ചെന്ന വീട് ഇതിലും ചെറിയ വീടായിരുന്നു. അവർ വേറെ വീട് വെച്ചപ്പോൾ ഇപ്പോഴും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ചിലവർക്ക് കമൻറ്റ് ബോക്സിൽ. ഈ കമൻറ്റ് ബോക്സിൽ വന്നവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഈ പേളി മാണിയെ ഇത് കമ്പാരിസൺ നടത്തിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം പേളി മാണി ഇവളെക്കാൾ വലിയൊരു കേടുകെട്ട പരിപാടിയാണ് അവളുടെ ജീവിതത്തിൽ ചെയ്തിട്ട് കയറി വന്നതെന്ന്? ഈ ശ്രീനിഷിന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അവൻ അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ്.
ആ പെൺകുട്ടിയുമായിട്ട് പ്രണയം ബ്രേക്കപ്പ് ആയിട്ടല്ല അതിനകത്ത് പോയത്. പക്ഷെ അതിനകത്ത് വെച്ചാണ് പേളിയുമായിട്ടുള്ള ബന്ധം വരുന്നതും ആ ബന്ധത്തിൽ നല്ല ഭംഗിയായിട്ട് ശ്രീനിഷ് മറ്റേ പെണ്ണിനെ തേക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞതല്ല, അവരെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ പറഞ്ഞതാണ്. പക്ഷെ എന്ത് ചെയ്യാം, അവരന്നത് കൺവേ ചെയ്ത കാര്യം അത് പൂർണ്ണമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പേളി ആകാശത്ത് നിന്നേനെ. കാരണം പേളി നല്ല ഒരു ചതിച്ചിയാണെന്ന് ആ പെൺപിള്ളർക്ക് മനസ്സിലായത് അവർ പിന്നീട് ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരാളുടെ ലൈഫൊന്നും നശിപ്പിക്കേണ്ട, പക്ഷേ ചെയ്ത കാര്യം ചെയ്തെന്ന് തന്നെയാണ്. അപ്പം അത് വെച്ചാണെങ്കിൽ ഗംഗ കറക്റ്റാണ്, ഗംഗയും പേളിയും സെയിം ഇതാണ്. പിന്നെ നാട്ടുകാരെ പറ്റിച്ചോ അതൊന്നും ഞാനൊന്നും പറയത്തില്ല. പക്ഷേ 2 പെൺകുട്ടികളുടെ കണ്ണീര് അതിനകത്തുണ്ട്. ഇനി അവൾ മറ്റൊരു വിവാഹം കഴിച്ചില്ലേ, പിന്നെന്തിനാ അത് പറയണം? അത് ഉറപ്പാണോ? ഈ ഗംഗയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അത് ഉറപ്പാണോ? ഇവൾ കയറിയ ശേഷമല്ല, അതിന് മുമ്പേ തന്നെ അവൾ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണോ? ഒരു പെൺകുഞ്ഞുണ്ടെന്നുള്ളത് ഉറപ്പാണോ? ഇനി ശ്രീനിയുടെ കാര്യം പറയാം. ശ്രീനിയുടെ ആ പെണ്ണ് ഇതുവരെ വേറെ കെട്ടിയിട്ടില്ല, അത് വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? ഈ സീനൊക്കെ അത് കാണുന്നുണ്ടാവുമല്ലോ. അതിൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ അവർ പിരിഞ്ഞതും, അങ്ങനെയല്ലല്ലോ. ഇടയ്ക്ക് ഒരുത്തി കുത്തി കയറി എന്നുള്ളതല്ലേ. നമുക്കൊക്കെ എനിക്കിത് അറിയത്തില്ല. ഞാൻ ഒരു കാരണവശാലും ഞാൻ പേളി അതിനകത്ത് സപ്പോർട്ട് ചെയ്യേയില്ല. ആ ഒരു ഭാഗം പേളിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയാണ്. പേളി അത് അറിഞ്ഞിട്ടെങ്കിലും സ്റ്റെപ്പ് ബാക്ക് ചെയ്യണമായിരുന്നു. ആ വിഷയം പബ്ലിക്കിൽ പറഞ്ഞങ്ങ് ഒഴിയണമായിരുന്നു. പിന്നെ അവർക്ക് അങ്ങനെ ഒരു ലൈഫുണ്ട്, സന്തോഷമായിട്ട് ജീവിക്കുന്നു, കുട്ടികളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്. തീർച്ചയായിട്ടും അവർ മുൻപോട്ട് തന്നെ പോകട്ടെ. പക്ഷേ അതിൽ പൂർണ്ണമായും ഭയങ്കര സക്സീഡ് ചെയ്തു എന്ന് പറയുമ്പോഴും എവിടെയോ ഒരു വേദനയായി ആ മറ്റേ കൊച്ചവിടെ നിൽപ്പുണ്ട്. വിവാഹം കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരാൾക്ക് നമ്മളൊരു പ്രതീക്ഷ കൊടുക്കുന്നു, ഒരു ഇത് കൊടുക്കുന്നു, എല്ലാം ചെയ്ത ശേഷം പിന്നെ അയാൾ പെട്ടെന്നൊരു പെണ്ണെ കണ്ടിട്ട് അവളെ പുറകെ പോകുമ്പോൾ ആ വ്യക്തിത്വമില്ലായ്മ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. അത് പബ്ലിക്കിലേക്ക് അധികം വരാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഏഷ്യാനെറ്റിൻ്റെ കൂടെ ലിങ്കപ്പ് ചെയ്തിട്ടാണ് പേളി കൂടുതൽ ഇതിലേക്ക് വന്നത്. കപ്പ് പോലും കൊടുത്തില്ല. മീൻസ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകുന്നില്ല. കഥ അറിയാവുന്നത് കൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. സെയിം ആസ് ഗംഗയുടെ വിഷയം. ഗംഗ പറയുകയാണെങ്കിൽ ഞാൻ മെനക്കെട്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കൊണ്ടുവന്ന് തരാം. അവരെ വിളിച്ച് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് പബ്ലിഷ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് സത്യാവസ്ഥ എന്ന് ആ പെങ്കൊച്ചൊന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ അതിനൊന്നും മെനക്കെടണ്ട. ഈ കാണുമ്പോൾ മൊത്തം ഗ്ലാമി നല്ല നുണ പറയുന്ന സ്ത്രീയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്ത് കാര്യങ്ങളും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവന് ചിക്കൻ പോക്സ് ആയിരുന്നു എന്ന് പറഞ്ഞത്. അതിനേക്കാൾ എത്രയും നല്ല നമ്മളൊക്കെ ബിസി ആയിരുന്നു, ഭയങ്കര റഷായിരുന്നു, അല്ലെങ്കിൽ ഗുരുവായൂർ പോയിട്ട് വരുന്നതിൻ്റെ ഒരു തിരക്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അവിടുത്തെ ഒരു വിശേഷത്തിലായിരുന്നു എന്ന് വളരെ ആത്മാർത്ഥമായി ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ എന്താടി കുഴപ്പം? അപ്പോൾ ഇത് വളച്ചൊടിക്കാൻ പോകുമ്പോഴത്തേക്കാണ് ആളുകൾ ഇതെടുത്ത് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ എനിക്കും പൊങ്കാല വരും, കാരണം ഫാൻ ടൈം അവിടെ ആണല്ലോ. അതുകൊണ്ട് പൊങ്കാല വരും. നിങ്ങൾ പൊങ്കാല ഇടുമെന്നോ നിങ്ങൾ മോശം പറയുന്നുള്ളത് കൊണ്ട് ഞാൻ പറയാനുള്ളത് പറയാതിരിക്കത്തില്ല. എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുക തന്നെ ചെയ്യും. നല്ലൊരു ബന്ധം കിട്ടി, മുന്നേറുക, പോട്ടെ, നന്നായിട്ട് പോട്ടെ. പക്ഷേ ചൂസ് ചെയ്തത് റോങ് പേഴ്സണെ ആണ് എന്നുള്ളത് ആളുകൾ പറയുന്നതിൻ്റെ ഒരു റീസൺ അയാൾക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ആ പേഴ്സൺ കള്ളുകുടിയനാണെന്നോ കഞ്ചാവടിയനാണെന്നോ ഒന്നുമല്ല ആൾക്കാർ പറയുന്നത്. അവരുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന കമൻറ്റ് സ്വന്തം വീട്ടിലൊരു കുട്ടിക്ക് സംഭവിച്ച ഒരു അപകടത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അവരുടെ വീട്ടിലെ കുഞ്ഞാണെങ്കിൽ അവരിങ്ങനെ 2ാം തരക്കാരനെ കൊണ്ട് കിട്ടിക്കത്തില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള മാനസിക വലിപ്പം ഗംഗ കാണിക്കണം. എന്ത് ചെയ്യണം? അത് സാരമില്ല, നിങ്ങൾ പറയണത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്കത് വിഷമം ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നൊരു സൗമ്യമായ കാര്യം പറയുന്നതിന് പകരം ആ കമൻ്റ് ഇട്ടവരെയൊക്കെ കളിയാക്കുന്ന ഒരു ടേം വരുമ്പോൾ 2 നാൾ ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ 5-6 ദിവസം കൊണ്ട് വലിച്ചായി താഴെ ഇടുന്നതും ഭവാൻ അത് മറന്നു പോകണ്ട എന്നുള്ളത്. ഇതിനെക്കാട്ടി വലിയ ടോപ്പ് കയറി നിന്നതാണ് ജാസ്മിൻ ജാഫർ. അവൾക്കൊരു സമൂഹം, ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തം സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഒരു ചെയ്ത ദോഷം കൊണ്ട് അവൾ ഇന്ന് നിൽക്കുന്ന നില എവിടെയാണെന്ന് ഓർത്തോണം. ആ ലെവലിലേക്ക് ചാടാൻ അധിക നേരമൊന്നും വേണ്ട. പണമൊക്കെ ഉണ്ടാവും, പൈസ ഉണ്ടാകും, വസതി ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷേ ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ ഹംബിൾനെസ് അത് ഇൻഡീഡാണ്. നിങ്ങൾ അംബാനി ഫാമിലിയിലെ പിള്ളേരെ കണ്ടിട്ടില്ല? ആരെങ്കിലും അടിക്കാൻ കയറി കണ്ടിട്ടുണ്ടോ? അവർക്കില്ലാത്ത പണമോ? പക്ഷെ എന്തുകൊണ്ടാണ്? എളിമയാണ് ഒരു മനുഷ്യനെ സമ്പന്നനാക്കുന്നത്. ആ എളിമ വാക്കുകളിൽ നഷ്ടപ്പെടുന്നുണ്ട് ഗംഗയ്ക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ബാക്കി അവർ അലുക്കൂത്ത് ഇതുകൂത്ത് ഇവരുടെയൊക്കെ തെളിവുകൾ ഇതൊന്നും ഞാൻ കൊണ്ടുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ തന്നെ പോയി കണ്ടോളി. എനിക്ക് അതിനകത്തൊന്നും അഭിപ്രായമില്ല. ഇത് കണ്ടപ്പോൾ ഒന്ന് പബ്ലിക് ചെയ്യണമെന്ന് തോന്നി, ഈ വിഷയം ഒന്ന് പറയണമെന്ന് തോന്നി. ഞാൻ ഇതിനകത്ത് ഒരു കമൻറ്റ് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അവരുടെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ കാണാം. ഒരുപാട് കമൻസ് ഉണ്ട്, ഞാൻ അതൊന്നും പോയി നോക്കിയില്ല. ആദ്യത്തെ കുറച്ച് കമൻസ് മാത്രമേ എടുത്തു. ആ കമൻസിനോടുള്ള അവരുടെ റിയാക്ഷനാണ് എന്നെ ചൊടിപ്പിച്ചത്. 2ാമത്തെ കാര്യം നുണ പറച്ചിൽ, ചിക്കൻ പോക്സ് എന്നുള്ള വണ്ടർ ബ്ലണ്ടർ പറഞ്ഞതിൻ്റെ ഒരു ഇതുമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നന്ദി.